ആണ്ടവരുടെ നാമം മയപ്പെടുമാറാകട്ടെ. ആണ്ടവർ നമുക്ക് പിന്നെ ഒരു 10 ദിവസം കൂടെ നൽകിയിരിക്കെ ആണ്ടവർ നമുക്ക് ഈ വാരത്തിലെ മുതൽ നാളിലെ ആണ്ടവരെ നമുക്ക് സ്തുതിപ്പാൻ തക്കോണം നമുക്ക് നൽകിയിരിക്കുന്ന ഈ സമയത്തിനായി ആണ്ടവരെ നമുക്ക് സ്തോത്രം പണിടാം. എങ്കിൽ നമ്മൾ എപ്പിസോഡ് 116 താൻ വാസിക്കുന്നത്. 116 നമ്മൾ ഇത് ബൈബിൾ സ്റ്റഡിയാണ്. ഇത് നമ്മൾ എന്നെ പാക്കുന്ന ഫിലിപ്പിയ ലേഖനം 2:24 വചനം മുതൽ നമ്മൾ കീഴിലോട്ട് നമ്മൾ വാസിക്കാം. നമ്മൾ ആദ്യം 23-ാമത്തെ വചനം നമ്മൾ பார்த்துட்டு 24-ാം വചനത്തിലേക്ക് നമ്മൾ പോയി നമുക്ക് பார்க்கலாம். ആണ്ടവർ നമ്മളോട് ഇന്ന് എന്നാ சொல்லுவாൻ തക്കോണം ആണ്ടവർ വിസാരിക്കുന്നത് അത് താൻ നമുക്ക് பார்க்கணும். 23-ാം വചനത്തിൽ എന്നാ சொல்லுക? 23-ാം വചനത്തിൽ ആകയാൽ എൻ്റെ കാര്യം എങ്ങനെയാവും എന്ന് അറിഞ്ഞ ഉടൻ ഞാൻ അവനെ അയപ്പാൻ ആശിക്കുന്നു. ഇங்கே പൗൽ சொல்லுது എൻ്റെ റൂൾസ് അല്ലെങ്കിൽ കോർട്ട് എനിക്ക് വിധി കൽപ്പിച്ചാച്ച് അത് അറിഞ്ഞ ഉടനെ തന്നെ ഞാൻ എന്നാ പണിയാച്ചേ, ഞാൻ ആണ്ടവരുടെ പക്കത്തിലെ ഞാൻ വന്നാച്ചേ. ആണ്ടവരുടെ പക്കത്തിലെ ഞാൻ അന്നേരമേ ഞാൻ തിമോത്തിയോസിനെ തിമോത്തിയെ നിങ്ങളുടെ പക്കത്തിലെ അനുപ്പിയാച്ചേ. നിങ്ങളോട് ചൊല്ലാൻ വേണ്ടി എന്നാ ആവുത് എന്ന് ചൊല്ലാൻ വേണ്ടി. എന്നാൽ ഞാൻ ധൈര്യം പ്രാപിച്ചിരിക്കെ, ഞാൻ സന്തോഷം പ്രാപിച്ചിരിക്കെ, എനിക്ക് ரொம்ப സന്തോഷമായിരിക്കെ. കാരണം ഞാൻ നേരത്തെ പേശിയത് മാതിരി എന്നെ തന്നെ ആണ്ടവർക്ക് യാഗമായി അർപ്പിപ്പാൻ ഞാൻ തയ്യാറായിരിക്കെ. അതുകൊണ്ട് എനിക്ക് ரொம்ப സന്തോഷം. ഞാൻ യാഗമായി എൻ്റെ ആണ്ടവർക്ക് വേണ്ടി യാഗമായി തീരുവാൻ തക്കോണം ആണ്ടവർ എന്നെ നൽകിയിരിക്കുന്ന ഈ സമയത്തിനായി ഞാൻ ആണ്ടവരെ സ്തുതിക്കുന്നു. അതുകൊണ്ട് നിങ്ങൾ കവലപ്പെടാതെ എന്നാ பண்ணணும்? നിങ്ങൾ വിശ്വാസത്തിൽ ഉറച്ച് നിങ്ങൾ ആണ്ടവർക്ക് വേണ്ടി വേല ചെയ്യണം. എപ്പടി ഞാൻ വേല പണിയാ അതേ മാതിരി നീ വേല பண்ணணும். ആണ്ടവരുടെ വേലയ്ക്ക് നിങ്ങൾ മാറ്റം വരാതെ. തിമോത്തിയോസ് அங்கே வருമ്പോൾ அங்கே നിങ്ങൾക്ക് எல்லாமே சொல்லிடும். எல்லா காரியமே നിങ്ങളുടെ പേശിടും. എപ്പടി ഇതിൽ പോകുന്നു? ഞാൻ എല്ലാ സമയമേ ഞാൻ സന്തോഷവാനായിരുന്നാച്ചേ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി ജപിച്ചിരുത്താച്ചേ. നിങ്ങളുടെ വിശ്വാസത്തിന് വേണ്ടി ഞാൻ ജപിച്ചാച്ചേ. നിങ്ങളുടെ വേലയ്ക്ക് വേണ്ടി ഞാൻ ജപിച്ചാച്ചേ. നിങ്ങൾ എൻ്റെ സഹോദരങ്ങൾ താൻ. അതുകൊണ്ട് നിങ്ങൾ ഭയപ്പെടാതെ ഞാൻ എപ്പോഴും നിൽക്കുന്നു അതേപോലെ നിങ്ങൾ നിൽപ്പാൻ തക്കോണം നിങ്ങൾക്കും ആണ്ടവർ നിലനിർത്തട്ടെ. ആണ്ടവർ നിങ്ങളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഞാൻ നിങ്ങളെ സമർപ്പിക്കുന്നു. നിങ്ങൾക്ക് വേണ്ടി ആണ്ടവരുടെ മുന്നിൽ ഞാൻ ജപം പണിക്കൊണ്ടേ ഇരിക്കുന്നു എന്ന് 24-ാം വാക്യത്തിൽ ഞാനും വേഗം വരും എന്ന കർത്താവിൽ ആശ്രയിച്ചിരിക്കുന്നു. അതല്ല എനിക്ക് ഏതെങ്കിലും കാരണവശാൽ എന്നെ കൊന്നില്ലെങ്കിൽ അല്ലെങ്കിൽ എന്നെ ഞാൻ മരിച്ചില്ലെങ്കിൽ ഞാൻ നിങ്ങളുടെ പക്കത്തിൽ ശീഘ്രം വരും എന്ന് അവൻ ചൊല്ലുകയാണ്. അന്നേരം അവന് അപ്പോഴും വിശ്വാസം എന്ന നിലയിൽ ആണ്ടവർ എന്നെ ജീവനോട് വെച്ചാൽ നിങ്ങൾക്ക് പ്രയോജനം വരണം. അന്നേരം ആണ്ടവരുടെ ചിത്തം എന്തുവാ അത് താൻ അവൻ വിസാരിക്കുന്നത്. അന്നേരം അവൻ ചൊല്ലുകയാണ്, എനിക്ക് അവസരം கிடைക്കുവാന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ പക്കത്തിൽ ശീഘ്രം വന്നിട്ട് നിങ്ങളോട് പേശിടാം. അന്നേരം നിങ്ങൾക്ക് കുറച്ചും കൂടെ എന്നാ கிடைக்கும்? ധൈര്യം கிடைക്കും, നിങ്ങൾക്ക് സന്തോഷം கிடைക്കും, നിങ്ങൾക്ക് ബലം கிடைക്കും, നിങ്ങൾക്ക് ശക്തി கிடைക്കും. ആണ്ടവർക്ക് വേണ്ടി വേല ചെയ്യാനുള്ള നിങ്ങളുടെ സാമർത്ഥ്യം നിങ്ങൾക്ക് വന്നിടും. നിങ്ങൾക്ക് ദൈവത്തിന് വേണ്ടി മഹത്വപ്പെടുത്തുവാൻ തക്കോണം നിങ്ങൾക്ക് സമയം கிடைച്ചിടും. അത് എത്ര பெரிய കാര്യമെന്ന് നമ്മൾ ഒന്ന് பார்த்து നോക്കിടുക. അതുതാൻ ഇങ്ങനെ சொல்லுது. 25-ാം വാക്യത്തിൽ എന്നാൽ എൻ്റെ സഹോദരനും കൂട്ടുവേലക്കാരനും സഹപഠനും നിങ്ങളുടെ ദൂതനും എൻ്റെ ബുദ്ധി മുട്ടിനെ ശുശ്രൂഷിച്ചിരുന്നതായ എപ്പിഫ്രാദോഥീസിനെ നിങ്ങളുടെ അടുക്കൽ അയക്കുന്നത് ആവശ്യമെന്ന് എനിക്ക് തോന്നി. ഇങ്ങ് നമ്മൾ വാസിക്കുന്നത് ഈ ആണ്ടവർ ഇനിയും ഇപ്പം ഇങ്ങനെ നമ്മൾ പോൾ എന്നാ சொல்லுது. നമ്മൾ ഇങ്ങ பார்க்குறது
പോള് ചൊല്ലുകയാണ്, എന്നാൽ ഞാൻ നിങ്ങൾ ചൊല്ലുകയാണ്, ഞാൻ നിങ്ങളോട് പേശുന്നത് എൻ്റെ സഹോദരൻ, അതായത് എൻ്റെ സഹോദരനായ എപ്പിപ്രോദസ്, അവൻ്റെ നമ്മുടെ ക്വാളിറ്റി നമ്മൾ വായിക്കാൻ പറ്റും. എപ്പിപ്രോദസിനെ പറ്റി നമ്മൾ ചൊല്ലുമ്പോൾ, എപ്പപ്രോദീത്തോസിനെ പറ്റി ചൊല്ലുമ്പോൾ അവൻ ഒന്നാമത്തെ കാര്യം എന്ന് പറയാം, അവൻ എൻ്റെ സഹോദരൻ. അന്നേരം എപ്പിപ്രോദോസ് എൻ്റെ സഹോദരനാണ്. അതായത് എപ്പടി സഹോദരനായ കർത്താവിൽ എൻ്റെ സഹോദരൻ, അതായത് കർത്താവായ യേശുക്രിസ്തുവിനെ സ്വീകരിച്ച എല്ലാവരും ആർതാൻ ഒരേ ശരീരം, ഒരേ സഹോദരന്മാർ, നമ്മൾ സഹോദരന്മാർ താൻ. ഇங்கே അപ്പോസ്തലനായ പൗലോസ് എന്നാ ചൊല്ലുന്നത്, ഞാൻ എപ്പിപ്രോദോസിനെ ഞാൻ വഹിക്കുക, അവൻ ആർതാൻ എൻ്റെ സഹോദരൻ. എൻ്റെ സഹോദരൻ എന്ന് പറഞ്ഞാൽ എൻ്റെ പ്രിയപ്പെട്ടവൻ, എൻ്റെ പ്രിയപ്പെട്ട മാനവൻ, അവൻ എൻ്റെ കൂട്ട് സഹോദരൻ താൻ, എൻ്റെ കൂട്ട് വിശ്വാസി താൻ. അവനെ ഞാൻ നിങ്ങളുടെ പക്കത്തിൽ അനുപ്പി. രണ്ടാമത്തെ കാര്യം അവൻ ചൊല്ലുന്നത്, അവൻ കൂട്ടുവേലക്കാരൻ. രണ്ടാമത്തെ കാര്യം, അവൻ എൻ്റെ കൂടെ വേല ചെയ്ത കൂട്ടുവേലക്കാരൻ. ഒന്ന് അവൻ സഹോദരൻ, രണ്ടാമത്തെ കൂട്ടുവേലക്കാരൻ. നമ്മൾ എല്ലാവരും കർത്താവിൽ നമുക്ക് പാക്കേണ്ടത്, നമ്മൾ ആണ്ടവരായ യേശുക്രിസ്തു മുഖാന്തരം നമ്മൾ ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെ സഹോദരന്മാരാണ്. നമ്മൾ സഹോദരന്മാരാണ്. ആണ്ടവർ നമ്മളെ സഹോദരന്മാർ എന്ന് താൻ നമ്മൾ വാസിക്കുമ്പോൾ നമുക്ക് സുവിശേഷത്തിൽ വാസിക്കാൻ പറ്റും, എൻ്റെ സഹോദരന്മാരെ. അന്നേരം ഇങ്ങനെ സഹോദരന്മാർ ആരുതാൻ? നമ്മൾ താൻ ആണ്ടവരുടെ സഹോദരൻ എന്ന് ചൊല്ലുമ്പോൾ നമ്മൾ അപ്പോസ്തലനായ പൗലോസിനും സഹോദരൻ. അതുകൊണ്ട് നമ്മൾ ഒന്ന് സഹോദരൻ, രണ്ടാമത്തെ നമ്മൾ കൂട്ടുവേലക്കാരൻ. നമ്മൾ പാക്കുന്നത് എപ്പപ്രോദീസ് എന്നാ പണിയാച്ച്, അവൻ വേല ചെയ്യുമ്പോൾ എപ്പപ്രോദീസും എന്നാ പണിയാച്ച്, അവൻ്റെ കൂടെ വേല പണിയാച്ച്. അതായത് സ്വഭാവം വെച്ച് ആണ്ടവർക്ക് വേല പണിയാച്ച്. അതായത് ഒരേ ഹൃദയത്തിൽ, ഒരേ വിശ്വാസത്തിൽ, ഒരേ രീതിയിൽ ആണ്ടവർക്ക് വേല ചെയ്ത കൂട്ടുവേലക്കാരൻ താൻ എൻ്റെ കൂട്ടുവേലക്കാരൻ. അതായത് അപ്പടി നോക്കുമ്പോൾ ഞാൻ ഇപ്പടി ചൊല്ലാം, ഞാൻ ആണ്ടവരായ യേശുക്രിസ്തുവിൻ്റെ വേലക്കാരൻ താൻ. അത് മാത്രമല്ല, എപ്പോഴും എൻ്റെ കൂട്ടുവേലക്കാരൻ. അതായത് നമ്മൾ വാസിക്കുമ്പോൾ നമുക്ക് പറ്റുന്ന സ്റ്റേജ് താൻ. ആദ്യം നമ്മൾ എന്നതാൻ ആണ്ടവരായ യേശുക്രിസ്തു നമ്മളെ സ്വീകരിക്കുമ്പോൾ നമ്മൾ സഹോദരന്മാർ. അതായത് നമ്മൾ ആണ്ടവരുടെ നമ്മൾ പുത്രന്മാരായിരിക്കുമ്പോൾ നമ്മൾ സഹോദരന്മാർ. നിങ്ങളും പുത്രന്മാർ, ഞാനും പുത്രന്മാരാകുമ്പോൾ നമ്മൾ എന്നായിരിക്കും? നമ്മൾ സഹോദരന്മാർ. ഒന്ന് ആദ്യത്തെ സ്റ്റേജ് എന്ന് ചൊല്ലിയാൽ നമ്മൾ സഹോദരന്മാർ, ആദ്യത്തെ സ്റ്റേജ്. രണ്ടാമത്തെ സ്റ്റേജിൻ്റെ കൂട്ടുവേലക്കാരൻ. ഇപ്പം സ്റ്റേജ് കൊഞ്ചം മാറിയാച്ച്, എന്നെ മാറിയാച്ച് നമ്മൾ സഹോദരനിൽ നിന്നും വേലക്കാരനായാച്ച. വേലക്കാരൻ എന്ന് പറഞ്ഞാൽ ആണ്ടവർക്ക് ചിത്തം ചെയ്യുന്നവർ. ആണ്ടവർ നമുക്ക് അത് നമ്മളെ ഇതിൽ നമ്മൾ വിശ്വാസികളുടെ ന്യായത്തിൽ നമ്മൾ പഠിക്കുമ്പോൾ ഞാൻ ആ സബ്ജക്റ്റ് എടുത്തിടാം. അത് പഠിക്കുമ്പോൾ നമ്മൾ എന്നാ പറ്റും, നമ്മൾ എന്നായിരിക്കും ഇപ്പോൾ നമ്മൾ വേലക്കാരൻ. അടുത്ത സ്റ്റേജ്, അതായത് മക്കൾ എന്നുള്ള സ്റ്റേജ് മാറിയിട്ട് ഇപ്പം വേലക്കാരൻ, ആണ്ടവർക്ക് വേണ്ടി വേല ചെയ്യുന്നവർ, ആണ്ടവർക്ക് വേണ്ടി ആണ്ടവരുടെ ചിത്തം ചെയ്യുന്നവർ, അവൻ്റെ വേലക്കാരൻ എന്ന രണ്ടാമത്തെ സ്റ്റേജിലേക്ക് അവൻ പോയാച്ച്. മൂന്നാമത്തെ സഹഭടൻ, അതായത് അവൻ വേലക്കാരൻ മാത്രമല്ല, ഇപ്പോൾ ദൈവത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നവൻ, അവൻ യുദ്ധം ചെയ്യുന്ന വാരിയർ താൻ. അതായത് അത് മൂന്നാമത്തെ സ്റ്റേജ്. അതായത് ആദ്യത്തെ സ്റ്റേജ് നമ്മൾ മക്കൾ, രണ്ടാമത്തെ സ്റ്റേജ് നമ്മൾ സഹോദരന്മാർ, മൂന്നാമത്തെ സ്റ്റേജ് കൂട്ടുവിശ്വാസികൾ, നമ്മൾ കൂട്ടുവേലക്കാർ, നമ്മൾ വേലക്കാരായിരുന്ന. ഇനിയിപ്പോൾ നാലാമത്തെ എന്താണ്? നമ്മൾ സഹപടൻ. അതായത് ദൈവ ആണ്ടവർക്ക് വേണ്ടി നമ്മൾ യുദ്ധം ചെയ്യുന്നവർ. അതായത് കടുവളയ്ക്ക് വേണ്ടി യുദ്ധം ചെയ്യുന്നവർ. കടുവളയ്ക്ക് വേണ്ടി എപ്പടി യുദ്ധം ചെയ്യും? നമ്മൾ ചെന്ന എല്ലാവരെയും പോയി വെട്ടി കൊല്ലണമെന്ന് ആസ്വദിക്കുക അല്ലല്ല. അതായത് ആണ്ടവരുടെ വേല ചെയ്യുവാൻ തക്കോണം, അവൻ്റെ വിശ്വാസത്തെ പറ്റി ചൊല്ലുവാൻ തക്കോണം, അല്ലെങ്കിൽ അവൻ ചെയ്യുന്ന വേല, അതായത് നമ്മൾ അവനോട് അതായത് മക്കളോട് നമ്മൾ ചൊല്ലിടുക,
ആണ്ടവർ നിങ്ങൾക്ക് വേണ്ടി അതിനുവേണ്ടി നിങ്ങൾ യുദ്ധം ചെയ്ത് അവരോട് നിങ്ങൾ ആണ്ടവരെ പറ്റി പേശിടുക. അത് നിങ്ങൾ സഹപടൻ, അതായത് നിങ്ങൾ യുദ്ധത്തിൽ നിൽക്കുന്ന ആർമിയിലെ ഒരു മെമ്പർ, അതായത് നിങ്ങളെല്ലാമേ ഒരേപോലെ, നമ്മളെല്ലാമേ ഒരേ രീതിയിൽ നമ്മൾ എന്തിനു വേണ്ടി ആണ്ടവർക്ക് വേണ്ടി യുദ്ധം പണ്ണുന്നവർ. ആണ്ടവർ നമ്മൾ എഫെസ്യ ലേഖനത്തിൽ നമ്മൾ വാസിച്ചാച്ചേ നമ്മൾ എല്ലാവരുമേ ആരുതാൻ ഭടന്മാർ നമ്മൾ 6-ാം അധ്യായത്തിൽ നമ്മൾ വാസിക്കുക. ഞാനത് നേരത്തെ നമ്മൾ വിസാരിച്ചാച്ചേ, ഞാനത് പഠിപ്പിച്ചാച്ചേ. ഇങ്ങനെ നമ്മൾ ഭടന്മാർ, അല്ലെങ്കിൽ നമ്മൾ യുദ്ധം ചെയ്യാൻ നമ്മൾ ആർമിയിലെ ഒരു മെമ്പർ എന്ന് നമ്മൾ ചൊല്ലുകയാണ്. അടുത്ത എന്താ ചൊല്ലുന്നത്? നിങ്ങളുടെ ദൂതനും ഇപ്പോൾ അവൻ നിങ്ങളുടെ ദൂതനായിരിക്കും. അതായത് ഞങ്ങളുടെ വിവരങ്ങൾ അല്ലെങ്കിൽ ആണ്ടവരെ പറ്റിയുള്ള വിശേഷങ്ങൾ നിങ്ങളോട് ചൊല്ലുവാൻ തക്കോണം നിങ്ങളുടെ ദൂതനായിരിക്കും. ദൂതൻ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലെ ദൂതനെ പറ്റിയല്ല ചൊല്ലുന്നത്. ഇങ്ങനെ ചൊല്ലുന്നത് നമ്മൾ മനുഷ്യരായ നമ്മൾ ആണ്ടവരുടെ ദൂതനാണ്. ആണ്ടവരുടെ വചനം, അതായത് നമ്മൾ മക്കളോട് പേശുമ്പോൾ അത് ഒരു ഭടൻ അല്ലെങ്കിൽ കൂട്ടുവേലക്കാരൻ എന്ന രീതിയിൽ ചെല്ലുമ്പോൾ, ഇപ്പോൾ സഹോദരന്മാരോട് ചൊല്ലുമ്പോൾ അവൻ ദൂതനാണ്. അതെന്ന് ചൊല്ലിയാൽ എൻ്റെ കാര്യങ്ങൾ നിങ്ങളോട് ചൊല്ലുവാൻ, അല്ലെങ്കിൽ ആണ്ടവരെ പറ്റി നിങ്ങളെ കൂടുതൽ വിവരിപ്പാൻ, അല്ലെങ്കിൽ ആണ്ടവരുടെ മഹത്വത്തെപ്പറ്റി ചൊല്ലുവാൻ അവൻ നിങ്ങൾക്ക് ദൂതനായി നിങ്ങളുടെ പക്കത്തിൽ വരിക. നമുക്ക് ഇതെല്ലാമേ നമ്മൾ സ്റ്റെപ്പായിട്ട് വരുന്ന കാര്യങ്ങൾ തന്നെ നമ്മൾ, അതായത് ഒരു കൂട്ടുവിശ്വാസി അല്ലാത്ത ഒരാളെ നമുക്ക് ദൂതനായിട്ട് അയക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ഒരു സഹപടനല്ലാത്ത ഒരു വ്യക്തിയെ, അല്ലെങ്കിൽ ഒരു ആർമിയിൽ അല്ലാത്ത ദൂതനായിട്ട് അയക്കാൻ പറ്റത്തില്ല. എപ്പോഴും നമ്മൾ പാക്കുമ്പോൾ നമ്മൾ ദാവീദിനെ പറ്റി വാസിക്കുമ്പോൾ നമുക്ക് അങ്ങനെ പാക്കാൻ പറ്റും. അവൻ്റെ സഭയിൽ അവൻ്റെ ഭടന്മാർ ദൂതന്മാരായിട്ട് പോയിരിക്കുന്നത് നമുക്ക് വാസിക്കാൻ പറ്റും. എങ്കിൽ നമ്മൾ ദൂതന്മാർ. അടുത്ത വാക്യം എന്നതാണ്? ബുദ്ധിമുട്ടിന് ശുശ്രൂഷിച്ചവനുമായ എൻ്റെ പ്രയാസത്തിൽ, എൻ്റെ ബുദ്ധിമുട്ടിൽ അവൻ ശുശ്രൂഷിച്ചവൻ താൻ. അതായത് എൻ്റെ കൂടെ നിന്ന് എനിക്ക് ഞാൻ വയസ്സായ മനുഷ്യൻ, ഞാൻ ജയിലിൽ കടന്ന മനുഷ്യൻ, എല്ലാമായിരുന്നിട്ടും അവൻ എന്നെ ശുശ്രൂഷിച്ചു. അതായത് നമ്മൾ ആണ്ടവരായ യേശുക്രിസ്തു തന്നെ മാതൃക നമുക്ക് തന്നിച്ച്. എന്നാ മാതൃക തന്നേച്ച്? ശിഷ്യന്മാരുടെ കാലുകൾ, അതായത് ഇവനും എൻ്റെ കാല് കഴുവാൻ തക്കോണം തയ്യാറായവൻ, അവൻ എൻ്റെ ശുശ്രൂഷകൻ എന്ന് ചൊല്ലിടും. എൻ്റെ സമയം ഇങ്ങനെ മുടിഞ്ഞിരിക്കുക, ഞാൻ വെക്കുക. നമുക്ക് നാളേക്ക് നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ വിസാരിച്ചിടാം. ആണ്ടവർ നമുക്ക് നൽകിയിരിക്കുന്ന പദവി നമ്മൾ പാക്കണം. നമ്മൾ ആദ്യം നമ്മൾ എന്നതാ മക്കൾ, അത് കഴിഞ്ഞിട്ട് നമ്മൾ സഹോദരന്മാർ, മൂന്നാമത്തെ നമ്മൾ കൂട്ടുവേലക്കാർ, നാലാമത്തെ സഹപടൻ, അഞ്ചാമത്തെ നമ്മൾ ദൂതൻ. നമ്മൾ ഇത്രയും കാര്യം പഠിച്ചാൽ ഇനി നമ്മൾ വാക്യം മറ്റുള്ള കാര്യങ്ങൾ പിന്നെ നമ്മൾ പഠിച്ചിടാം. എൻ്റെ സമയം പൊടിഞ്ഞാച്ച് ആണ്ടോട് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആണ്ടവരുടെ കൃപ ഞങ്ങൾക്ക് നൽകുമാറാകട്ടെ. നിങ്ങൾ വചനം പഠിക്കും തോറും ആണ്ടവരിൽ നിങ്ങൾ വിശ്വാസം ഊന്നി ആണ്ടവർക്ക് വേണ്ടി സഹപടനായിട്ട്, ആണ്ടവരുടെ വേലക്കാരനായിട്ട്, ആണ്ടവർക്ക് വേണ്ടി യുദ്ധം ചെയ്യാൻ വേണ്ടി തയ്യാറാവാൻ വേണ്ടി ആണ്ടവരുടെ ദൂതനായി തീരുവാൻ തക്കോണം ആണ്ടവർ നിങ്ങൾ ഇടയാക്കട്ടെ. വിശ്വാസികളായ മക്കളെ, ഇങ്ങനെ പൗലോസ് നമ്മളോട് ചൊല്ലുന്ന കാര്യം അതുതാൻ. ആണ്ടവരുടെ നാം മഹിമപ്പെടുമാറാകട്ടെ. ആമേൻ.